ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ആശാവർക്കർമാർക്ക് കുട മാത്രമാണോ ഒരു മുത്തം കൂടി കൊടുത്തോ എന്നിന്നലെ ഒരു ഇത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി. അവനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായ ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല, ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല. കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ, വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ, ക്വാറന്റൈനിൽ കിടന്നപ്പോൾ, കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു വരേണ്ട പേര് ആശാവർക്കർമാരുടേതാണ്. അതുകൊണ്ട് അവർക്ക് മുത്തം കൊടുക്കുന്നതിന് ഒരു തടവുമില്ല. കേരളം ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ആശാവർക്കർമാർ മാത്രമല്ല, അസംഘടിതരായിട്ടുള്ള പാവപ്പെട്ട തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് സ്ഥിതി. അത് തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ, അംഗൻവാടി ടീച്ചർമാരാകട്ടെ, ED പോസ്റ്റ്മാൻമാരാകട്ടെ, ആശാ വർക്കർമാരാകട്ടെ, കഴിഞ്ഞ 10 വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്ന ഓണർ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്? എല്ലാവരും പറയുന്നു കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വലിയൊരു പ്രശ്നം ഇടതുവച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്ത് കാശാണ് കേരളത്തിൽ ആരോഗ്യ രംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്? മേഖലയിൽ ചെലവഴിക്കുന്ന തുക എത്രയാ? ഈ പ്രാവശ്യം ബജറ്റിൽ നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശ് എത്രയാ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തിപ്പിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്? പല മെഡിക്കൽ കോളേജുകളിലും മരുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ട് ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന തുക 16% അധികമാണ്. കേരളത്തിൽ കിട്ടിയത് 16% അധികമാണ്. ഈ NHMന്റെ കാശ് അല്ലാതെ നിങ്ങൾ ഏത് കാശ് എടുത്തിട്ടാണ് ഇവർക്ക് ആശാവർക്കർമാർക്ക് 14-ന് മുമ്പ് 1000 രൂപയായിരുന്നു. അത് 2000 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇനിയും വർദ്ധിപ്പിക്കണം. അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ടും അടിവരയിടുന്നു. ആശാവർക്കർമാരുടെ ഓണറേറിയം ഇനിയും വർദ്ധിപ്പിക്കണം.